എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി ആകാശ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയാണ്. ഓക്കെ, ഇപ്പം ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മിക്സ്ചറിലെ വോളറ്റൈൽ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനും അതുപോലെ അനലൈസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇവിടുത്തെ മൊബൈൽ ഫേസിനെ നമ്മൾ കാരിയർ ഗ്യാസ് എന്നാണ് പറയുന്നത്. ഈ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ആന്റണി ടി ജെയിംസും അതുപോലെ ആർച്ചർ ജെ പി മാർട്ടിനോട് ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എ മെത്തേഡ് ഓഫ് ചോയ്സ് ഫോർ സെപ്പറേഷൻ ഓഫ് വോളറ്റൈൽ സബ്സ്റ്റൻസ് ഓർ ദ വോളറ്റൈൽ ഡെറിവേറ്റീവ്സ് ഓഫ് സർട്ടൻ നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസ്. ഇപ്പോൾ വോളറ്റൈൽ സബ്സ്റ്റൻസിനെയോ അല്ലാന്നുണ്ടെങ്കിൽ നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസിനുള്ള അതിലുള്ള വോളറ്റൈൽ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു ഇനേർട്ട് ഗ്യാസ്, അതായത് പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും അൺറിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസ് ആയിരിക്കും. അതായത് ഹീലിയം, ആർഗൺ, നൈട്രജൻ, ഹൈഡ്രജൻ പോലുള്ള ഗ്യാസുകളായിരിക്കും ഇവിടുത്തെ മൊബൈൽ ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ട്. സ്റ്റേഷനറി ഫേസ് അത് സോളിഡോ ലിക്വിഡോ ആകാം. നമ്മൾ ഇപ്പോൾ കോമൺലി ഉപയോഗിക്കുന്നത് ലിക്വിഡ് സ്റ്റേഷനറി ഫേസ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന് രണ്ട് ടൈപ്സ് പറയുന്നുണ്ട്. അതാണ് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയും ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫിയും. ഇവ രണ്ടിലെയും മൊബൈൽ ഫേസ് ഗ്യാസും അതുപോലെ തന്നെ സ്റ്റേഷനറി ഫേസിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസ് ഒരു ലിക്വിഡും ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസ് ഒരു സോളിഡും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയാണ്. അതാണ് കൂടുതലായിട്ട് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാർട്ടീഷൻ്റെ ബേസിലായിരിക്കും ഈ ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട സാമ്പിളിനെ വേപ്പർ ഫോമിലാക്കും. എന്നിട്ടത് ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന മൊബൈൽ ഫേസുമായിട്ട് മിക്സ് ചെയ്യും. പിന്നെ സ്റ്റേഷനറി ഫേസുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള കമ്പോണൻസ് ആണെങ്കിൽ ഇതിലൊരു കോളമുണ്ട്. ആ കോളത്തിൻ്റെ വെളിയിലേക്ക് പെട്ടെന്ന് വരത്തില്ല. എന്നാൽ സ്റ്റേഷനറി ഫേസുമായിട്ട് വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത കമ്പോണൻസ് കോളത്തിന് വെളിയിലേക്ക് പെട്ടെന്ന് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. അതായത് ഓരോ കമ്പോണൻസിനും വ്യത്യസ്ത ലിക്വിഡിൽ ലയിക്കാനുള്ള കപ്പാസിറ്റി വേറെയാണ്. ഇതിനെയാണ് നമ്മൾ പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഈ പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, the samples to be separated is converted into vapor form. It is then mixed with gaseous mobile phase. Compounds which are more soluble in stationary phase travel slower. Components less soluble in stationary phase travels faster. Every component has different partition coefficient, so the components are separated according to their partition coefficient. Partition coefficient എന്ന് പറയുന്നത് is a ratio of solubility of a substance distributed between two immiscible liquids at a constant temperature. ഇനി ഇതിൻ്റെ കമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഇതില്ലാത്തിൽ ഒരു കരിയർ ഗ്യാസ് ഉണ്ട്. കരിയർ ഗ്യാസ് ഒരു സിലിണ്ടറിലാണ് ഇരിക്കുന്നത്. ഇതാണ് കരിയർ ഗ്യാസ് സിലിണ്ടറാണ്. ഇതിന് ശേഷമായിട്ട് ഇവിടെ ഒരു റെഗുലേറ്റർ ഉണ്ട്. ഈ ഗ്യാസിൻ്റെ ഫ്ലോയിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു പ്രഷർ റെഗുലേറ്റർ ഉണ്ട്. ഓക്കെ, അതിനുശേഷം പിന്നീട് വരുന്നതാണ് ഒരു ഓവൻ. ഓക്കെ, കോളം ഓവൻ അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് ചേംബർ എന്ന് പറയും. ഓക്കെ, അതിന് മുകളിലായിട്ട് ഒരു ഇഞ്ചക്ടർ ഉണ്ട്. നമ്മൾ സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഇഞ്ചക്ടർ വഴിയാണ്. ഈ ഇഞ്ചക്ഷൻ പോർട്ട് വഴിയാണ് നമ്മൾ സാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ഒരു സിറിഞ്ചിൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും നമ്മൾ ഇതിനകത്തിലേക്കൊരു സാമ്പിൾ കടത്തി വിടുന്നത്. ഓക്കെ, ഇനി ഈ ഓവൻ്റെ ഉള്ളിലായിട്ടായിരിക്കും നമ്മുടെ കോളം ഉള്ളത്. ഈ കോളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേഷൻസ് നടക്കുന്നത്. ഈ ഗേഷ്യസ് ഫോമിലുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ കോളത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഈ സെപ്പറേറ്റ് ചെയ്ത സംഭവം നമ്മൾ ഒരു ഡിറ്റക്ടറിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമ്മളത് ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് അതൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്കത് ഗ്രാഫ് ഫോമിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് ഇതിലെ കമ്പോണൻസ്. അപ്പോൾ ഇതിനകത്തിലൊരു കോളം ഓവൻ ഓർ തെർമോസ്റ്റാറ്റ് ചേംബർ ഉണ്ട്, ഒരു ഇഞ്ചക്ടർ ഉണ്ട്, പിന്നെ കോളം ഉണ്ട്, ഡിറ്റക്ടർ ഉണ്ട്, കരിയർ ഗ്യാസ്. ഇപ്പം ഇവയാണ് ഇതിലെ മെയിൻ കമ്പോണൻസ്. ഓക്കെ, ഇനി നമുക്ക് അതിലെ ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്തിലെ മൊബൈൽ ഫേസ്
ഇപ്പം മൊബൈൽ ഫേസ് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ അതിലെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഒരു കരിയർ ഗ്യാസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൊബൈൽ ഫേസിനെ നമ്മൾ കരിയർ ഗ്യാസ് ആയിട്ടാണ് പറയുന്നത്. ഇതൊരു സിലിണ്ടറിലായിരിക്കും ഇരിക്കുന്നത്. ഈ ഗ്യാസിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഞ്ചെക്ട് ചെയ്യുന്ന ഇഞ്ചക്ഷൻ പോർട്ടിൽ നിന്നും വരുന്ന വേപ്പർ ഫോമിലുള്ള സൊല്യൂട്ട്സിനെ കോളത്തിലേക്കും അതുവഴി പിന്നീട് ഡിറ്റക്ടറിലേക്കും നമ്മൾ കൊണ്ടുവരികയാണ് ഈ കരിയർ ഗ്യാസിൻ്റെ ഈ മൊബൈൽ ഫേസിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അതായത് ഇവിടത്തേക്ക് നമ്മൾ സാമ്പിൾ ഇതിലേക്കൂടെ കടത്തി വിടും. അപ്പം ഇതിലേക്കൂടെ നമ്മൾ കരിയർ ഗ്യാസ് കൂടെ കടത്തി വിടും. അപ്പം ഇവിടെ വരുന്ന സാമ്പിളിനെ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കോളത്തിൽ കടത്തി വിട്ടു, പിന്നെ അതിൽ ഡിറ്റക്ടറിലേക്ക് എത്തിക്കുകയാണ് ഇതിൻ്റെ ഫങ്ഷന്. ഈ കരിയർ ഗ്യാസിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ഇത് ഇനേർട്ട് ആയിരിക്കണം, അതായത് ഇറ്റ് മസ്റ്റ് ബി ഇനേർട്ട് ടു ആൻ എക്സ്റ്റെന്റ് ദാറ്റ് നോ കെമിക്കൽ റിയാക്ഷൻസ് ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ എനി പോർഷൻ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് കോളം ഓർ സൊല്യൂട്ട്. ഇപ്പം ഈ ഗ്യാസ് ഒന്നുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആയിരിക്കരുത്, ഒരു കെമിക്കൽ റിയാക്ഷനും ഈ ഗ്യാസുമായിട്ട് നടക്കുന്നത് ആയിരിക്കില്ല. ഓക്കെ, ആ ഇൻസ്ട്രുമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ കോളമായിട്ടോ സൊല്യൂട്ടുമായിട്ടോ ഒന്നും ഒരു റിയാക്ഷനും ഉണ്ടാകുന്ന ഗ്യാസ് ആയിരിക്കരുത്. പിന്നെ ഇത് ഡ്രൈ ആയിരിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഡ്രൈ ബിക്കോസ് വാട്ടർ ക്യാൻ ആൻഡ് യൂഷ്വലി ഡസ് റിയാക്ട് വിത്ത് സം പോർഷൻ ഓഫ് ദ കോളം. ഇപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തിൽ ഇമ്പ്യൂരിറ്റീസും ഒന്നും പാടില്ല. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കരിയർ ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ, ഹീലിയം, നൈട്രജൻ, ആർഗൺ ഇവയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കരിയർ ഗ്യാസുകൾ. ഓക്കെ, ഇനിയാണ് ഇഞ്ചക്ടർ. ഇപ്പം നമ്മൾ കരിയർ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞു, ഇതാണ് ഇഞ്ചക്ടർ. ഓക്കെ, അപ്പം ഈ ഇഞ്ചക്ടർ വഴിയാണ് നമ്മൾ നമ്മുടെ സാമ്പിള് ഇതിൻ്റെ അകത്തിലേക്ക് കയറ്റി വിടുന്നത്. ഓക്കെ, ഈ ക്രൊമാറ്റോഗ്രാഫിലേക്ക് നമ്മൾ കയറ്റി വിടുന്നത് ഇഞ്ചക്ടറിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. യൂഷ്വലി ഒരു സിറിഞ്ച് വഴിയാണ് നമ്മളിത് കടത്തി വിടുന്നത്. This is a place where sample is volatilized and quantitatively introduced into the carrier gas stream. Usually a syringe is used for injecting the sample into the injection port. അപ്പം ഇതുവഴി നമ്മൾ ഒരു സിറിഞ്ച് വഴി നമ്മൾ സാമ്പിൾ കടത്തി വിടുന്നു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കോളം. കോളമിൻ്റെ പിക്ചറാണ് ഇവിടെ. ഓക്കെ, ഇതാണ് നമ്മുടെ കോളം. ഓക്കെ, കോളമാണ് നമ്മുടെ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹാർട്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് എന്നും പറയും. സാധാരണഗതിയിൽ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ട്യൂബ് അല്ലെങ്കിൽ ഒരു മെറ്റൽ ട്യൂബ് ആയിരിക്കും. ഇവ മെയിൻലി രണ്ട് ടൈപ്സ് ആയിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പിലറി കോളവും അതുപോലെ തന്നെ പാക്ഡ് കോളം എന്ന് പറയും. ഓക്കെ, ഓപ്പൺ ട്യൂബുലർ കോളം അല്ലെങ്കിൽ കാപ്പിലറി കോളം, പിന്നെ വരുന്നൊരു ടൈപ്പാണ് പാക്ഡ് കോളം. ഓക്കെ, ഈ കാപ്പിലറി കോളത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിൻ ലെയർ ലിക്വിഡ് സ്റ്റേഷനറി ഫേസ് കോളത്തിൻ്റെ വാൾസിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നോക്കൂ, ഈ പിക്ചറിൽ കാണുന്ന ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ്. അപ്പം ഇതിൻ്റെ വോളിൽ ഒരു തിൻ ലെയർ ആയിട്ട്, ഇതാണ് നമ്മുടെ കോളം, അതിലേക്ക് ഒരു തിൻ ലെയർ ഇതുണ്ടോ സ്റ്റേഷനറി ഫേസ് ലിക്വിഡ്, ഇത് ഒരു തിൻ ലെയർ ആയിട്ട് നമ്മുടെ സ്റ്റേഷനറി ഫേസ് ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഓപ്പൺ ട്യൂബുലർ കോളം അല്ലെങ്കിൽ കാപ്പിലറി കോളം എന്ന് പറയുന്നത്. Okay, it is a wall coated open tubular column, a thin layer of stationary phase coated along the column walls. Coated fused silica open tubular column is one of the most popular type. ഇതാണ് ഒരു ടൈപ്പ്. ഓക്കെ, അതായത് ഇതിൻ്റെ വോളിൽ ഇങ്ങനെ നമ്മുടെ സ്റ്റേഷനറി ഫേസ് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഓപ്പൺ ട്യൂബുലർ കോളം അല്ലെങ്കിൽ കാപ്പിലറി കോളം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വരുന്നതാണ് പാക്ഡ് കോളം. ഓക്കെ, ഇതാണ് പാക്ഡ് കോളത്തിൻ്റെ ഒരു പിക്ചറാണ് ഇപ്പോഴത്തെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് പാക്ഡ് കോളം. ഓക്കെ, പാക്ഡ് കോളത്തിൽ നമ്മുടെ ഡൈഅറ്റോമീഷ്യസ് എർത്ത് പോലെ ഒരു തിൻ ലെയർ സോളിഡ് അഡ്സോർബൻറ്റ് ഇതിൻ്റെ വോൾസിൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിന് മുകളിലേക്ക് ലിക്വിഡ് സ്റ്റേഷനറി ഫേസ് കൊണ്ട് ട്രീറ്റ് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഡൈഅറ്റോമീഷ്യസ് എർത്ത് കാണും, പിന്നെ അതിലേക്ക് ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് പാക്ഡ് കോളം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് കോളംസ് ആണുള്ളത്, ഓപ്പൺ ട്യൂബുലർ കോളം അല്ലെങ്കിൽ പാക്ഡ് കോളം. ഓക്കെ, ഈ കോളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഇവിടെ വെച്ചിട്ടാണ് ദ പർപ്പസ് ഓഫ് ദ കോളം ഇൻ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ഈസ് ടു സെപ്പറേറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് ദ മിക്സ്ചർ. Most columns are usually constructed of glass or metal tube
being filled with a carefully staged granular solid support. The grains of the support are typically coated with relatively high boiling liquid phase. The liquid phase, often referred to as stationary phase, is the active portion of the column. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു ലിക്വിഡ് ഫേസ് ഇതിലേക്ക് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അതാണ് സ്റ്റേഷനറി ഫേസ് എന്ന്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മൊബൈൽ ഫേസ് ഗ്യാസും ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരിക്കും. ഈ കോളത്തിനകത്തിൽ കോട്ട് ചെയ്തിരിക്കുന്ന ലിക്വിഡാണ് ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ്. It is the interaction of sample solute with the liquid phase that determines how much separation can be achieved. Columns are classified into packed or capillary columns. ഓക്കെ, അതിൻ്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് കോളം, ഓവൻ ഓർ തെർമോസ്റ്റാറ്റ് ചേംബർ. അപ്പം ഈ കോളം ഇരിക്കുന്നത് ഒരു ഓവൻ്റെ അകത്തിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് ചേംബറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മിക്സ്ചർ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. സോ അതിനെ ഒരു ഗേഷ്യസ് ഫോമിലേക്ക് മാറ്റണം. അപ്പം അതിനായിട്ടാണ് അതിനുള്ള ടെമ്പറേച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓവൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയും വരുന്ന പാർട്ടാണ് ഡിറ്റക്ടർ. ഡിറ്റക്ടറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഡിറ്റക്ടർ നമുക്ക് പല ടൈപ്പിലുള്ളതുകൊണ്ട് ഡിറ്റക്ടേഴ്സ്. അപ്പം ദ ഡിറ്റക്ടർ ഈസ് ദ a device located at the end of the column which provides a quantitative measurement of the component of the mixture as they elute in combination with the carrier gas. അപ്പം നമുക്ക് ഈ കിട്ടുന്ന റിസൾട്ട് എല്ലാം ഈ കോളത്തിൽ കൂടെ വരുന്ന പോകുന്ന ഗ്യാസ് എല്ലാം നമുക്കൊരു ഡിറ്റക്ടറിലാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് പല തരത്തിലുള്ള ഡിറ്റക്ടേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒന്ന് രണ്ട് ഡിറ്റക്ടേഴ്സിൻ്റെ പേരാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടർ. Okay, it will respond to any solute that has thermal conductivity different than carrier gas. Carrier gas thermal conductivity ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂട്ടിനെ ഇതിന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, it is mainly used for analyzing inorganic gases such as the components of air and its impurities. Inorganic gasesനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടേഴ്സ് കോമൺലി ഉപയോഗിക്കുന്നത്. അതുപോലെ വരുന്ന വേറെ ഒരെണ്ണമാണ് ആൽക്കലി ഫ്ലെയിം ഡിറ്റക്ടർ. ഇത് യൂസ് ചെയ്യുന്നത് ഓർഗാനോ ഫോസ്ഫറസ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫോർ നൈട്രജൻ കണ്ടെയ്നിങ് സൊല്യൂട്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ആൽക്കലി ഫ്ലെയിം ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്ലെയിം അയോണൈസേഷൻ ഡിറ്റക്ടർ. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ഡിറ്റക്ടറാണ്. കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിലുള്ള ഒരു യൂണിവേഴ്സൽ ഡിറ്റക്ടറായിട്ടാണ് ഫ്ലെയിം അയോണൈസേഷൻ ഡിറ്റക്ടർ പറയുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഡിറ്റക്ടർ ഫോർ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. The flame ionization detector will respond to organic compounds, that is, those solutes that have a carbon-hydrogen bond and are combustible. The lack of response to air and water makes the FID especially suitable for analysis of air pollutants or aqueous samples such as alcoholic beverage, biological materials, etc. അപ്പം ഈ എയർ പൊല്യൂട്ടൻസിനെ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്ലെയിം അയോണൈസേഷൻ ഡിറ്റക്ടറാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. പിന്നെ വരുന്ന ഒരു ടൈപ്പാണ് ഹീലിയം അയോണൈസേഷൻ ഡിറ്റക്ടർ, ഗ്യാസ് ക്രോമാറ്റോഗ്രഫി. ഇവിടെ ആണെങ്കിൽ അൾട്രാ ട്രേസ് അനാലിസിസ് ഓഫ് പെർമനൻറ്റ് ഗ്യാസസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഹീലിയം അയോണൈസേഷൻ ഡിറ്റക്ടർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്രിൻസിപ്പിൾസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടർ, അത് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റംസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ്, ഇത് എങ്ങനെയാണ് ഈ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ സംഭവങ്ങളെല്ലാം ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മളൊരു ഗ്രാഫായിട്ടാണ് നമുക്ക് ഈ സ്ക്രീനിൽ ഒരു ഗ്രാഫായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള ആ ലിക്വിഡ് മിക്സ്ചറിനെ ഒരു സിറിഞ്ചിലെടുക്കും. എന്നിട്ട് അത് നമ്മുടെ ഹീറ്റിംഗ് ചേമ്പറിലേക്ക് കുത്തിവിടും. ഓക്കെ, നമ്മൾ സാമ്പിൾ എടുത്തു, അത് നമ്മുടെ ഈ ഹീറ്റിംഗ് ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടും. ഓക്കെ, ഹീറ്റിംഗ് ചേമ്പറിൽ അല്ലെങ്കിൽ ഈ ഓവനിൽ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുള്ള മിക്സ്ചറിലുള്ള കമ്പോണൻസിൻ്റെ ബോയിലിംഗ് പോയിന്റിനെക്കാട്ടും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ മിക്സ്ചർ ഉണ്ടല്ലോ, അപ്പോൾ ആ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന നമ്മുടെ ആ സാമ്പിളിനെ അത് വേപ്പറൈസ് ചെയ്യും, അതൊരു ഗേഷ്യസ് ഫോമിലേക്ക് മാറ്റും.
അപ്പോൾ നമ്മൾ ഇതിലേക്കൂടെ സാമ്പിൾ എടുത്തു, സാമ്പിൾ നമ്മൾ ഓവനിലോട്ടാക്കി, അപ്പം അതൊരു ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറും. എന്നിട്ട് നമ്മുടെ സിലിണ്ടർ ഉണ്ടല്ലോ, ഈ സിലിണ്ടറിലുള്ള കരിയർ ഗ്യാസിനെയും കൂടെ ഇങ്ങോട്ടേക്ക് തുറന്നു വിടും. അപ്പോൾ ഈ കരിയർ ഗ്യാസും ഇപ്പം ഇതിൽ നിന്ന് വരുന്ന ഈ കരിയർ ഗ്യാസും നമ്മുടെ വേപ്പറൈസ് ചെയ്തിട്ടുള്ള സാമ്പിളും കൂടി മിക്സ് ആകും. ഓക്കെ, എന്നിട്ട് നമ്മുടെ കോളത്തിലാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ് ഉള്ളത്. ഓക്കെ, അപ്പം ഇതൊരു സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഫേസ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെ സാമ്പിളിലുള്ള ഓരോ കമ്പോണൻസിനും സ്റ്റേഷനറി ഫേസുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള പവർ ഡിഫറെൻ്റ് ആണ്. ചില കമ്പോണൻസിന് സ്റ്റേഷനറി ഫേസുമായിട്ട് നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആവും. അവ കൂടുതൽ നേരം നമ്മുടെ ഈ കോളവുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അവയ്ക്ക് റിട്ടൻഷൻ ടൈം കൂടുതലായിരിക്കും. അവ നമ്മുടെ ഈ ക്രോമാറ്റോഗ്രാഫിൽ പുറത്തേക്ക് വരുന്നത് ഒത്തിരി കഴിഞ്ഞിട്ടായിരിക്കും. എന്നാൽ സ്റ്റേഷനറി ഫേസുമായിട്ട് വലിയ അറ്റാച്ച്മെൻറ്റ് ചെയ്യാത്ത കമ്പോണൻസ് നമ്മുടെ ഈ കോളത്തിൽ കുറച്ച് നേരം മാത്രമേ നിൽക്കത്തുള്ളൂ. അതായത് അതിൻ്റെ റിട്ടൻഷൻ ടൈം കുറവായിരിക്കും. അത് കോളത്തിൽ നിന്നും വേഗം പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അപ്പം ഈ ഗ്യാസ് എല്ലാം പുറത്തേക്ക് വരും. അപ്പം ഇവ ഈ കോളത്തിന് വെളിയിൽ വരുന്നതനുസരിച്ച് ഈ ഡിറ്റക്ടർ ഇവ പല സമയത്തായിട്ട് ഇതിനെ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് കുറച്ച് നേരം മാത്രം കോളത്തിൽ റീറ്റെയിൻ ചെയ്ത കമ്പോണൻറ്റ് നമുക്ക് ആദ്യമേ ഡിറ്റക്ട് ചെയ്യും. പിന്നീട് വരുന്നത് പിന്നീട് അത് ഡിറ്റക്ട് ചെയ്യും. അപ്പം ഈ ഡിറ്റക്ട് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം കൂടി നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്കത് ഈ ക്രോമാറ്റോഗ്രാഫിൽ കാണാൻ പറ്റും. അപ്പോഴാണ് നമ്മളൊരു ഗ്രാഫായിട്ട് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വർക്കിങ്. ഓക്കെ, ഇപ്പം നമ്മളൊരു സാമ്പിൾ ഇങ്ങോട്ട് കടത്തി വിടുന്നു. ഓക്കെ, സാമ്പിൾ അതൊരു ലിക്വിഡ് ഫോമിലാകാം അല്ലെങ്കിൽ ഗ്യാസസ് ഫോമിലാകാം. ലിക്വിഡ് ഫോമിലാണെന്നുണ്ടെങ്കിൽ ഈ ഓവൻ്റെ അകത്തിലേക്ക് കയറിയതിന് ശേഷം അത് ഗ്യാഷ്യസ് ഫോമിലോട്ടാകും. എന്നിട്ട് നമ്മുടെ കരിയർ ഗ്യാസ് കൂടി അതിലേക്ക് തുറന്നു വിടുന്നു. തുറന്നു വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ സാമ്പിളും നമ്മുടെ കരിയർ ഗ്യാസും കൂടി മിക്സ് ആവുന്നു. മിക്സ് ആയതിനു ശേഷം നമ്മുടെ കോളത്തിൽ ഇരിക്കുന്ന സ്റ്റേഷനറി ഫേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. സ്റ്റേഷനറി ഫേസിൽ ഇരിക്കുന്ന നമ്മുടെ സ്റ്റേഷനറി ഫേസുമായിട്ട് ഈ നമ്മുടെ സാമ്പിളിലുള്ള കമ്പോണൻസിന് കൂടുതൽ അഫിനിറ്റി ഉള്ളത് അത് കുറേ നേരം ഈ കോളത്തിൽ റീറ്റെയിൻ ചെയ്യും. അത് പതുക്കെ നമ്മുടെ ഗ്രാഫിൽ കാണത്തുള്ളൂ. എന്നാൽ വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത സംഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് അത് പുറത്തേക്ക് വരും. നമുക്കത് ആദ്യം ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ വർക്കിങ്. വായിക്കാം. ഇൻ ഗ്യാസ് chromatography, firstly vaporized sample is injected into the chromatographic column, and then the sample moves through the column with the flow of inert gas and results in the separation of the components of the sample, which are recorded as a sequence of peaks as they leave the column. The different components of the sample separated and eluted at different and particular time, which is called retention time. Retention time is the time taken for the analyte to exit the column. Retention time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാമ്പിൾ നമ്മുടെ കോളത്തിൽ നിന്ന് പുറത്ത് വരാൻ എടുക്കുന്ന സമയമാണ് റിട്ടൻഷൻ ടൈം. Retention time is determined by each component reaching the component at a characteristic time. The component that is retained the shortest time in the column is detected first. അപ്പോൾ കുറച്ച് സമയം മാത്രം കോളത്തിൽ റീറ്റെയിൻ ചെയ്ത സംഭവം നമുക്ക് ആദ്യമേ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ കുറേ നേരം എടുത്തത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. The component that is retained the longest time in the column is detected last. The component that is detected first is recorded first. The component that is detected last is recorded last. Okay, അപ്പോൾ ഇനി അത് നമുക്കൊരു ക്രോമാറ്റോഗ്രാഫിക് അനാലിസിസ് ആയിട്ട് നോക്കാം. അപ്പം a chromatogram is a visual output of gas chromatography. Analysis typically shows peaks corresponding to different compounds in the sample. The number of peaks determines the number of components present in the given sample. അപ്പോൾ നമുക്ക് ഈ ഡിറ്റക്ട് ചെയ്ത സംഭവങ്ങളെല്ലാം നമ്മളൊരു ഗ്രാഫ് വഴിയായിട്ടായിരിക്കും നമ്മളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പം ഈ ഗ്രാഫിൻ്റെ ബേസിസിലാണ് നമ്മൾ ഏതൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഇപ്പോൾ ഓരോ കമ്പോണൻറ്റിനും ഓരോ റിട്ടൻഷൻ ടൈമും ഉണ്ടായിരിക്കും. അതിൻ്റെ ബേസിസിലാണ് ഏതൊക്കെ കമ്പോണൻ്റ് ആണ് അതിൽ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ക്വാണ്ടിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ പീക്ക്, ഇപ്പം നമ്മൾ ഈ ഗ്രാഫിൽ പല 2-3 പീക്ക് നമുക്കിവിടെ കാണാം. അപ്പം ഇത് പീക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ അറിയുന്നത്. ഓക്കെ, the identity of the components are determined by the characteristic retention time.
The quantity of the component in a given sample is determined by the area under the peak. അപ്പം നമ്മളിപ്പോൾ പറയുക ഒരു മിക്സ്ചറിൽ 3 കമ്പോണൻസ് ഉണ്ടെന്ന് കരുതുക. അപ്പം സപ്പോസ് ഈ ഒരു 3 പീക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത് മൂന്ന് കമ്പോണൻസിന് ഇവിടെ 3 പീക്ക് നമുക്ക് ഈ ഗ്രാഫിൻ്റെ അകത്തിൽ കിട്ടുന്നു. അപ്പം അതിൻ്റെ ബേസിസിൽ നമുക്ക് ഇന്ന കമ്പോണൻസ് ആണ് ഈ സാമ്പിളിൽ ഉണ്ടെന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇത് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനും ക്വാളിറ്റേറ്റീവ് അനാലിസിസിനും നമ്മൾ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയൽ ഐഡൻറ്റിഫിക്കേഷൻ, വാട്ടർ അനാലിസിസിൽ, എയർ അനാലിസിസിൽ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വാട്ടർ അനാലിസിസും എയർ അനാലിസിസും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്നുള്ളത്. ഓക്കെ, air samples can be analyzed by using gas chromatography. Most of the time, air quality control units use gas chromatography along with FID in order to determine the components of a given air sample. അപ്പം നമ്മൾ ഈ എയർ അനാലിസിസിന് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇവ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫുഡ് ഇൻഡസ്ട്രിയിലും ഇതിന് വൈഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഫുഡ് അഡിറ്റീവ്സ്, അതിലുള്ള ഫ്ലേവർ, അരോമ കോമ്പൗണ്ട്സിനെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള പെസ്റ്റിസൈഡ്സ്, ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഗ്രെയിൻസിലും ഒക്കെ ഉള്ള പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സ് ആൻഡ് ലിപ്പിഡ്സ് ഇൻ ഡയറി പ്രോഡക്ട്സ് ആൻഡ് ഓയിൽസ് ക്യാൻ ബി അനലൈസ്ഡ്. മൈക്കോടോക്സിൻസ് ഇൻ സീരിയൽസ് ആൻഡ് നട്ട്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. അപ്പം ഇവയൊക്കെയാണ് നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള ഇതിൻ്റെ ഫങ്ഷൻസ്. അപ്പം അതോർത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പെസ്റ്റിസൈഡ് റെസിഡ്യൂസ്, ഇപ്പോൾ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും ഗ്രെയിൻസിലും ഒക്കെയുള്ള പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഡയറി പ്രൊഡക്ട്സിലും ഓയിൽസിലും ഒക്കെയുള്ള ഫാറ്റി ആസിഡ്സ്, ലിപ്പിഡ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ സീരിയൽസിലും നട്ട്സിലും ഒക്കെയുള്ള മൈക്കോടോക്സിൻസും ഒക്കെ നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഇതൊരു ബേസായിട്ട് കണക്കാക്കി നിങ്ങളത് ഈ ക്ലാസ് ഒരു ബേസായിട്ട് കാണുക. അതിന് ശേഷം നിങ്ങൾ കൂടുതലായിട്ട് വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, താങ്ക് യു.